crores for the acquisition of land which no other state put it. Sir, I concur with him that suppose he impress upon his colleague, the finance minister, if this loan is not included in the debt ceiling, we will be ready to provide more money for the acquisition. If he can give an assurance on this floor, let us take this to the state government. We will assure full cooperation to the minister. At that time, unofficially, I actually at that time tell to your chief minister, don't commit this. It is not burden on your budget, and otherwise you don't bother about the money. Then we will see that under Kerala is the part of this country. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൃശ്യമാധ്യമ ചർച്ചകളുടെ ഇഷ്ട വിഷയമേ അല്ല, അധികം കാണാനിടയില്ലാത്തതുമാണ്. പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിൽ താല്പര്യമേയില്ല, വിവാദമായാൽ പറയണ്ടല്ലോ. മലയാളികളെ സംബന്ധിച്ച് അഭിമാനകരമായ വികസന നടപടികളാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത്. ഒരു കാലത്തും നടക്കില്ലെന്ന് എല്ലാവരും വിധിയെഴുതിയ ദേശീയപാത വികസനമാണ് അടുത്ത വർഷത്തോടെ കേരളത്തിൽ പൂർത്തിയാവുക. ഇന്ത്യ രാജ്യത്ത് സമാനതകളില്ലാത്ത ശക്തമായ തീരുമാനമാണ് 2016 പിണറായി സർക്കാർ അക്കാര്യത്തിൽ കൈക്കൊണ്ടത്. ഇത് നേരിട്ടറിഞ്ഞ കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി. രാഷ്ട്രീയമായ എതിർപ്പിനപ്പുറം ദേശീയപാത വികസനത്തിൽ മുഖ്യമന്ത്രി പിണറായിയും സർക്കാരും സ്വീകരിച്ച നടപടികളെ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം രാജ്യസഭയിൽ അഭിനന്ദിച്ചത്. ഇതുവരെ 6000 കോടിയോളം രൂപയാണ് ഭൂമി ഏറ്റെടുക്കാനായി, ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാനായി കേരളം ചെലവഴിച്ചത്. മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യമാണിത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ചെലവഴിച്ച തുക അടുത്ത കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കണമെന്നാണ് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത്. വിഷയം തൻ്റെ വകുപ്പിൽപ്പെടുന്നതല്ലെങ്കിലും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്താമെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയത്. മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. വികസനത്തിൽ വേഗത്തിൽ മുന്നേറണമെന്നത് മലയാളിയുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, അഡ്വക്കേറ്റ് VR അനൂപ്, കോൺഗ്രസ്, ജോർജ് ജോസഫ്, സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ. ഞാൻ അനൂപിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എല്ലാ പാർലമെൻറ്റ് സെഷന് മുമ്പുള്ള MP-മാരുടെ യോഗമുണ്ട്. MP-മാരൊക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഉറപ്പിക്കേണ്ടതിനെക്കുറിച്ചും ശബ്ദമുയർത്തേണ്ടതിൻ്റെയും ആവശ്യകത വന്നിരുന്നു. വയനാടിൻ്റെ കാര്യത്തിൽ ആ നിലയിലൊരു നിലപാടുണ്ടാകണം എന്ന ആവശ്യം മുഖ്യമന്ത്രി ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് പൊതുവിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോഴാണ് പാർലമെൻ്ററി രേഖകളിൽ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ ഇടം പിടിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പരാമർശം ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് രാജ്യസഭയിൽ ഉണ്ടായത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അനൂപിനറിയാം, നമുക്കെല്ലാം അറിയാം, മുടങ്ങിപ്പോയതാണ്. ഇത് ഒരു കാലത്തും നടക്കില്ല എന്ന നിലയിൽ ആ കാലത്ത് 2016 മുമ്പ് ദേശീയപാത അതോറിറ്റി അതിൻ്റെ ഓഫീസുകൾ വരെ പൂട്ടാൻ തീരുമാനിച്ചതൊക്കെ വാർത്തകളാണ്. അവിടെ നിന്നാണ് ഭൂമി ഏറ്റെടുത്ത് നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നൊരു കാലത്ത് അത് തിരിച്ചറിയുന്ന കേന്ദ്രമന്ത്രി അത് അഭിനന്ദനാർഹമായ കേരളത്തിൻ്റെ ഒരു സവിശേഷതയായി രാജ്യസഭയിൽ പരാമർശിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണോ? കാര്യമല്ലേ? പ്രത്യേകിച്ച് പാർലമെൻ്ററി രേഖകളിൽ ഇടം പിടിക്കും വിധമുള്ളൊരു രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്. അനൂപ്, അങ്ങ് ഈ ചർച്ചയുടെ ആമുഖമായി പറഞ്ഞു ഈ വികസന പ്രശ്നങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചയിൽ വരുന്നത് അപൂർവതയാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരു BJPയുടെ കേന്ദ്രമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയെന്ന് പറഞ്ഞ് ഇത്രയധികം പുളകത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ രേഖയാണ്. പാർലമെൻറ്റിൽ സ്വാഭാവികമായും പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നതൊക്കെ അവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എത്രയോ വിദ്വേഷ പരാമർശങ്ങൾ പാർലമെൻറ്റിനകത്ത് ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ നടത്തിയിട്ടുണ്ട്. ഒരു RSSകാരൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സാക്ഷ്യപത്രത്തിന് നിങ്ങൾ ഇത്ര വലിയ ഈ പറയുന്ന ആഘോഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണെന്ന് മാത്രമല്ല, RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന നാഗ്പൂരിൽ നിന്ന് വരുന്ന RSSന് ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവും പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് ഒരു പുതിയ കഥയല്ലല്ലോ. കേരളത്തിൽ വരുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്ര അടുപ്പമുള്ള ആളാണ് വ്യക്തിപരമായി. മാത്രമല്ല പിണറായി വിജയൻ തന്നെ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്.
അതിലൊന്നും ഒരു കേന്ദ്രമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും അന്യോന്യം പ്രശംസിക്കുന്നതിൽ ഒരു സാമാന്യ മര്യാദയുടെ സുജന മര്യാദയുടെ ഭാഗമായൊന്നും പ്രശംസിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇത് ഇത്രമാത്രം ആഘോഷിക്കുമ്പോൾ ഇത് ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം RSS പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇപ്പോൾ പോലും BJP എന്നതിനേക്കാൾ RSS പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പിണറായി വിജയൻ്റെ കേരള പോലീസിൻ്റെ സമീപനം എന്താ? ഞാനിവിടെ ഒരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ചർച്ചയുടെ ഭാഗമായി പറയുന്നതല്ല. സുരേഷ് ഗോപിയും B. ഗോപാലകൃഷ്ണനും നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ കേരള പോലീസിൽ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. അത് ഇന്ന് വരെ പോലീസ് ആ കേസെടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല, അതിൻ്റെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊക്കെ RSSനെ കേരളത്തിലെ BJP മുഖ്യമന്ത്രിമാരെക്കാൾ കൂടുതൽ സഹായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ RSSന്റെ കേന്ദ്രമന്ത്രി ഈ പറയുന്ന നിതിൻ ഗഡ്കരി, നാഗ്പൂരിൽ നിന്ന് വരുന്ന നിതിൻ ഗഡ്കരി പ്രശംസിച്ചതെന്ന് പറയുന്നത് അസ്വാഭാവികമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ഞാൻ ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് ഏതായാലും ഈ ചർച്ചയ്ക്ക് വളരെ വ്യക്തമായ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട, കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. ആ വികസനവുമായി ബന്ധപ്പെടുത്തി രാജ്യസഭയിൽ വളരെ ഗൗരവമുള്ള പരാമർശങ്ങളും ചോദ്യങ്ങളും ഉയർന്ന ഘട്ടത്തിലാണ് ആ ബന്ധപ്പെട്ട മന്ത്രി സംസാരിച്ചത്. താങ്കൾ പറഞ്ഞത് BJPയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്. നിശ്ചയമായി അദ്ദേഹം രാഷ്ട്രീയമായി സംഘ്പരിവാറാണ്, RSS ആണ്, BJP ആണ്. പക്ഷേ നാടിൻ്റെ, രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ്. ആ നിലയിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോഴും കേരളത്തിൻ്റെ വികസനത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏറ്റവും തെറ്റായ പ്രവണതകൾ നിൽക്കുമ്പോൾ, അത് ഏറ്റവും ശക്തമായി കേരളം അതിനോട് വിയോജിക്കുമ്പോൾ തന്നെയാണ് ചില കാര്യങ്ങളിലെങ്കിലും ഇങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഉമ്മൻചാണ്ടി അധികം പഴക്കമൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ മുമ്പ് ഈ വികസനത്തെക്കുറിച്ച്, ദേശീയപാത വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകം ഒന്ന് കണ്ടു നോക്കാം. ഒന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് സമൂഹമാധ്യമങ്ങളിലൊക്കെ ഉണ്ട് ആ വീഡിയോ. മറ്റൊരു ചാനലിനോട് അദ്ദേഹം സംസാരിച്ചതാണ്. അതിനുമ്പോൾ നമുക്കൊന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്കും അല്ലെങ്കിൽ ശ്രീ അനിൽകുമാറിലേക്കൊക്കെ വരാം. ഇനിയൊരു 15 കൊല്ലം കൂടെ കഴിഞ്ഞാലും ഈ ചേർത്തല കഴക്കൂട്ടം റീച്ചിൻ്റെ സ്ഥലം മുഴുവൻ കിട്ടി പണി ആരംഭിക്കാൻ പറ്റുമെന്ന് സംശയം. അതായത് അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പുള്ള കാലത്ത് പറഞ്ഞതാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ശ്രീ അനിൽകുമാർ, അദ്ദേഹം പറഞ്ഞു ഇനിയൊരു 15 വർഷം കഴിഞ്ഞാൽ പോലും ചേർത്തല കഴക്കൂട്ടം റീച്ചിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇത് കേരളത്തിൻ്റെ ഒരു പൊതു ചിന്തയായിരുന്നു, പൊതുബോധം അങ്ങനെയായിരുന്നു. ഇതിവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ദേശീയപാത വികസനം നടക്കാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ച ഇടത്താണ് 16 തീരുമാനങ്ങളെടുത്ത് അത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത വർഷം ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു നിലയിൽ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിലേക്ക് നടത്തിയ എൻട്രി, അത് താങ്കൾ ഏത് നിലയിലാണ് കാണുന്നത്? അത് അദ്ദേഹം രാഷ്ട്രീയമായ, വളരെ കൃത്യമായ മാർക്സിസ്റ്റ് ഇടത് വിരോധം ആ സർക്കാരിനെ, നിങ്ങളുടെ ഈ സർക്കാരിനെയൊക്കെ, ഇടതുപക്ഷ സർക്കാരിനെയൊക്കെ സമീപിക്കുന്നതിലൂടെ കോൺഗ്രസിൻ്റെ പതിവ് വിരോധത്തിൻ്റെ ഒരു രീതിക്കപ്പുറത്തേക്ക് വിഷയത്തെ സമീപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തെ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തെ ശ്രീ അനിൽകുമാർ ശ്രദ്ധിച്ചത് എങ്ങനെയാണ്? അല്ല, UDFൻ്റെ കാലത്ത് നടക്കാതെ പോയ പദ്ധതികൾ നടന്നു, അത് വികസിതമായി മുന്നോട്ട് പോകുന്നു എന്നതിന് ആധികാരികമായ നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാല പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയൊരു പുസ്തകമാണ് കേരള 1957 to present ഇന്ത്യാസ് മിറക്കിൾ സ്റ്റേറ്റ്. ബഹുമാനപ്പെട്ട അനൂപ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ അത് കിട്ടും. അതിലെന്താ പറയുന്നത്? ക്ഷേമകാര്യങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കേരളം. നിങ്ങൾ പിന്നിലായിരുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തല വികസന സൗകര്യങ്ങളിലാണ്. ഇതാ, ഇന്ത്യ രാജ്യത്ത് പശ്ചാത്തല സൗകര്യ വികസനത്തിനകത്ത് കേരളം നമ്പർ 1 കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്പർ 1 ആയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര പ്രതിഫലനം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണിപ്പോൾ കേരളം. വെറുതെ നിക്ഷേപ സൗഹൃദമായതല്ല, നല്ല റോഡുണ്ടാക്കി, നല്ല കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവന്നു, 24 മണിക്കൂർ കറണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഏറ്റവും നല്ല നിലയ്ക്ക് K-ഫോൺ ഉൾപ്പെടെ. അതുമാത്രമല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് ഓൺലൈനിലായിട്ട് അപേക്ഷ കൊടുത്താൽ കൃത്യമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്ന അഴിമതിരഹിത ഭരണം, രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ സംവിധാനം. ഇതിൻ്റെ ഫലമായിട്ട് കേരളം നിക്ഷേപ സൗഹൃദമായതിന് പിന്നിൽ ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ പങ്കുണ്ട്. ഇന്ന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗിക തുറമുഖമായിരിക്കുന്നു.
അതിന് ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ എഗ്രിമെൻ്റ് പ്രകാരം 815 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകണം ആ വിഴിഞ്ഞം പദ്ധതിക്ക്. അത് വായ്പയാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ ത്രികക്ഷി കരാറിനകത്ത് കേന്ദ്രം കേരളത്തിനെതിരായി ഇങ്ങനൊരു തീരുമാനമെടുത്തതിനെ പ്രതിപക്ഷ നേതാവ് എതിർത്ത് കണ്ടില്ല. അതുതന്നെയാണ് അനൂപിൻ്റെ ഇന്നത്തെ നിലപാടിൽ കാണുന്നത്. അനൂപ് ഒറ്റപ്പെട്ട ഒരാളല്ല. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മോദി ഉണ്ടാക്കിയ കേരളവുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കാത്തതിന് സങ്കടമില്ലാതിരിക്കുന്നത്, കോൺഗ്രസിന് പ്രതിഷേധമില്ലാതിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSനെ സഹായിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. നാളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും LDFൻ്റെ സമരമാണ് രാജ്ഭവനിലേക്ക്. സഖാവ് പിണറായി വിജയൻ അധ്യക്ഷനായ LDFൻ്റെ യോഗമാണ് തീരുമാനമെടുത്തത് സമരം. മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സമരത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുമ്പോഴും ഭരണപരമായി എന്തെല്ലാമാണോ കേരളത്തിന് വേണ്ടത് അത് ചോദിച്ചു വാങ്ങിയെടുക്കും. അതിന് തടസ്സങ്ങൾ തട്ടി നീക്കും. ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ 6 തവണ ഇതുമായി ബന്ധപ്പെട്ട ഈ കേന്ദ്രമന്ത്രിയുടെ ആഫീസിൽ കയറി ഇറങ്ങി. നിങ്ങൾ പറഞ്ഞ പോലെ ഈ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പറയുന്ന പോലെ എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ 6 തവണ അദ്ദേഹത്തിന് അവിടെ പോകേണ്ടി വന്നു. 6ാം തവണ ഈ കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി 6ാം തവണയാണ് എൻ്റെ മുന്നിൽ വരുന്നത്, ഇനി ഇത് നീട്ടാൻ പാടില്ല, നടപ്പാക്കിയിരിക്കണം. തുടർഭരണമുണ്ടായതിൻ്റെ ഭാഗമായി ഇതാ കേരളം പുതിയൊരു നേട്ടം കാണുന്നു. 2026 കേരളത്തിലുടനീളം ദേശീയപാത പൂർത്തിയാകുന്നു. ചെറിയ കാര്യമാണോ? അതിന് നമ്മുടെ രാജ്യത്താദ്യമായി സ്ഥലവിലയുടെ 25% കേരളം നൽകേണ്ടി വന്നിരിക്കുന്നു. ബാംഗ്ലൂരിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് അതാത് സംസ്ഥാന സർക്കാരുകൾ ചില പദ്ധതികൾ സഹകരിച്ചുണ്ടാക്കുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുമാനം പങ്കിടുന്നുണ്ട്. ടോളിൻ്റെ നിശ്ചിത ശതമാനം അതാത് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കിട്ടും. കേരളം മുടക്കുന്ന തുക തിരിച്ചു കിട്ടൂല. അതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഞങ്ങൾ പണം നൽകി, സന്തോഷം. പക്ഷെ ഞങ്ങൾ പണം നൽകിയപ്പോൾ അതിന് മുടക്കിയ 8000-ഓളം കോടി രൂപ കേരളത്തിൻ്റെ കിബിയുടെ കടബാധ്യതയുടെ ഭാഗമായി പെടുത്തിയിട്ട് ബഡ്ജറ്റിലെ തുകയായിട്ട് കുറവ് ചെയ്തത് എന്തിനാണ്? അത് നിങ്ങൾ മാറ്റണം. ഇനി ദേശീയപാത വാക്കുകൂടെ പണിയാനുണ്ട്. നിങ്ങൾക്ക് പണം തരണോ? 20% പണം തരാൻ കേരളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിന് പണം കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പ്രശ്നം എന്താണ്? നിങ്ങൾ കേരളത്തിൻ്റെ കടബാധ്യതയിൽ ഇപ്പോൾ പെടുത്തിയാൽ കേരളം പെട്ടുപോകും. ഒരു ഇന്ത്യയിലെ ഏറ്റവും വികസിത സ്റ്റേറ്റാണ് കേരളം. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന C&AG റിപ്പോർട്ട്, ആ C&AG റിപ്പോർട്ട് ജൂലൈ മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ വെച്ചത്. സെപ്റ്റംബർ 15-ാം തീയതി. ആ റിപ്പോർട്ടിനെ കുറിച്ച് വിവാദമില്ല. വിഴിഞ്ഞത്ത് കരാർ പൊളിച്ചെഴുതി. ഉമ്മൻചാണ്ടിയുടെ കരാറല്ല, ഇപ്പോൾ പുതിയ കരാറാണ്. വിവാദമില്ല. എന്താ വിവാദമില്ലാത്തതിന് കാരണം? കേരളത്തിൻ്റെ ശക്തമായ ഇടപെടലും LDF സർക്കാരിൻ്റെ മികവും കാണാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കേസിനകത്ത്, പെറ്റി കേസിനകത്ത് ഒരു 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 FIR ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രശ്നത്തോട് നിങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത്? അപ്പം നിങ്ങൾ ആ നിലവാരത്തിൽ സംസാരിക്കുന്നത് തന്നെ കോൺഗ്രസ്സിന് ഗതിയില്ലാത്ത വിധം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭരണം, ഈ 8.25 കൊല്ലത്തെ ഭരണത്തിന് ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ ലഭിച്ച മികവാർന്ന അംഗീകാരമാണിത്. അനൂപ്, ഇത് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കൃത്യമായ പോയിന്റ്സ് ഉള്ള വളരെ വ്യക്തമായൊരു പ്രശ്നത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനോട് കണ്ടസ്റ്റ് ചെയ്യാതെ, അതിൽ അഭിപ്രായം പറയാതെ, നിങ്ങളുടെ തനത് രാഷ്ട്രീയത്തിൻ്റെയും ആ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന, രാഷ്ട്രീയ വിരോധം പ്രതിഫലിപ്പിക്കുന്ന ഒരു കമൻറ്റിലൂടെയാണ് ഒരു വികസന ചർച്ച തുടരേണ്ടതെന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. അനൂപ് സംസാരിച്ചതിലാകെയും അത് നിഴലിച്ചു. അതാണിപ്പോൾ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു വിമർശനം. ക്യുക്കായ ഒരു റിപ്ലൈ ഉണ്ടെങ്കിൽ വേഗം. അല്ല, ഞാൻ തീർച്ചയായും താങ്കൾക്ക് ആരോപിക്കാം. എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊരു പ്രത്യേക വിഷയത്തിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നത് സത്യസന്ധതയില്ലായ്മയാണ്. ഞാനത് പറയാനുള്ളിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിച്ച അനിൽകുമാറിനെ പോലെ സീനിയറായ രാഷ്ട്രീയ പ്രവർത്തകൻ, CPMൻ്റെ പ്രതിനിധി, വാവര് നട നാളെ വഖഫ് ഭൂമിയാകുമെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ്റെ പരാമർശം വളരെ പെറ്റി കേസെന്ന് പറഞ്ഞത് സങ്കടകരമാണ്.
അദ്ദേഹം ഇതിനെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ സമീപിക്കുന്നത് ഇത്ര ലാഘവത്തോടു കൂടിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPM-ന്റെ അനുഭാവികളടക്കമുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിലാണ് അദ്ദേഹം പറയുന്നത് കേവലം ഒരു പെറ്റി കേസുമായിട്ടാണോ സമീകരിക്കുന്നത്. അനിൽകുമാറിന് അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് പെറ്റി കേസല്ല, മറിച്ച് കേരളത്തെ തന്നെ വിഭജിക്കുന്ന വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അതിനെ നിങ്ങൾ നേരിടേണ്ടതുണ്ട് എന്നുള്ള രാഷ്ട്രീയമായ ഓർമ്മപ്പെടുത്തലാണ്. അനിൽകുമാർ, ഒരു മറുപടി. താങ്കൾ അത്ര ഗൗരവമുള്ള പ്രശ്നത്തെ പെറ്റി കേസായി ചുരുക്കി കാണുന്നുവോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ എങ്കിലും പറഞ്ഞതിൽ നിന്ന് വന്ന വിമർശനം ഉള്ളതുകൊണ്ട്. അല്ല, ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. ഞാൻ ഒരു ഗോപാലകൃഷ്ണൻ്റെ ബാബുരനടയെക്കുറിച്ചുള്ള പ്രസ്താവനയല്ല പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. BJP നേതാക്കന്മാരുടെ വിഷലിപ്തമായ നാക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അവത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കെട്ട വർത്തമാനം പറഞ്ഞ വേറെ ആരെങ്കിലും ഇന്ത്യ രാജ്യത്തുണ്ടോ BJP-ക്കകത്ത്? ശരി. രാഹുൽ ഗാന്ധി എത്ര കേസ് കൊടുത്തു പ്രധാനമന്ത്രിക്കെതിരെ? രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി എത്രയോ കേസ് പ്രതിയാക്കി ഈ BJP-ക്കാർ. തിരിച്ച് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്കെതിരെ എന്താ ഒരു കേസ് കൊടുക്കാത്തത്? കേസ് കൊടുത്ത് തോൽപ്പിക്കാനാണ് പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് കേസ് കൊടുക്കാം. നമ്മൾ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലോ ചർച്ച നടന്നത്. BJP-ക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും SDP-ക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുകയും കുന്തിരിക്കുകയുമായിട്ടും അവലും വല്ലുമായിട്ട് നടക്കുന്നതിനെല്ലാം കേസും മറ്റു കാര്യങ്ങളും അത് വേറൊരു വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാധിക്കാത്ത ദേശീയപാത പണിതു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചെങ്കിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന വിഴിഞ്ഞം തുറമുഖം പൂർത്തിയായി. കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇത്രയേറെ ദ്രോഹമുണ്ടായിട്ടും വയനാടുമായി ബന്ധപ്പെട്ട് പണം തരാത്ത വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ വിവേചനങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിന് കിട്ടിയ നേട്ടങ്ങളായി നിങ്ങൾ പറയും. അല്ല, വിവേചനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്താൽ നിങ്ങൾ കേൾക്കൂല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. മറുവശത്ത് കേരളത്തിലെ സർക്കാർ പോരാടി നേടിയത്, കേരളത്തിന് വേണ്ടി പോരാടി നേടിയതാണ്, ഔദാര്യമല്ല. നിതിൻ ഗഡ്കരിയുടെ ഔദാര്യമല്ല. ദാ ടോള് പിരിക്കാൻ തുടങ്ങുകയാണ്. ഒറ്റ വാക്ക് ശരത്തെ, ടോള് പിരിക്കാൻ തുടങ്ങുകയാണ്. കേരളത്തിലെ 11 ജില്ലയിൽ ടോള് പിരിവ് തുടങ്ങുകയാണ്. LDF സർക്കാരിൻ്റെ ഏതെങ്കിലും റോഡിൽ ടോളില്ല കേട്ടോ. കിബി ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയിലും ടോളില്ല കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ടോള്. ആ ടോൾ ഉണ്ടെങ്കിലും ദേശീയപാത വരുന്നത് ചെറിയ കാര്യമല്ല. ഇതാണ് ഞങ്ങളുടെ കാഴ്ച. ഇവിടെ ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ഈ ചർച്ചയുടെ ഇടയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2-3 വാചകം കാട്ടിയത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് വിചാരിക്കും. അതായത് ഈ ദേശീയപാത വികസനം എന്നുള്ളത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും തന്നെ ഈ പിണറായി സർക്കാർ വന്ന് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ നടപടികൾ തുടരുമ്പോൾ പോലും ഭൂമി ഏറ്റെടുക്കുക അസാധ്യമാണ് എന്ന് കരുതിയ ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതാണ് നമ്മൾ കണ്ടത്. അവിടെയാണ്, ആ നാട്ടിലാണ് ഇത് നടക്കുന്നത്. അത് പറയുമ്പോഴേക്കും ഗഡ്കരിയുടെ സൗഹൃദത്താൽ രൂപീകൃതമായ ലഭിച്ചുപോയ ഏതോ കാര്യം, അതിൻ്റെ പ്രശംസാ വചനങ്ങൾ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ അതിനെ കാണുന്നു. അങ്ങനെ നോക്കുമ്പോഴും സംസ്ഥാനത്ത് കേരളം മാത്രമാണ് ദേശീയപാത അതോറിറ്റി നടപ്പാക്കുന്ന ദേശീയപാതയുടെയും ദേശീയപാത വികസനത്തിനും 6000 കോടി ചെലവഴിച്ചിട്ടുള്ളത്, ഒരു സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളത്. അത് നന്നായി അറിയാവുന്ന നിതിൻ ഗഡ്കരി ആ നിലയിൽ ഒരു സർക്കാർ എടുത്ത എഫേർട്ടിനെ പരിഗണിക്കുമ്പോൾ, അത് പാർലമെൻറ്റിൽ പറയുമ്പോൾ, രാജ്യസഭയിൽ അത് പറയുമ്പോൾ നിശ്ചയമായും അത് പാർലമെൻ്ററി രേഖകളിൽ വരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ അനൂപിനതൊരു വളരെ ലളിതവും ലാഘവത്തോടെയും കാണാമായിരിക്കും. പക്ഷേ അത് ഗൗരവമുള്ളതല്ലേ ഒരു നാടിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ വികസനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയമായും വികസനപരമായും വിലയിരുത്തേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്? താങ്കൾ എങ്ങനെയാണ് രാജ്യസഭയിൽ നിന്ന് ഗഡ്കരി പറഞ്ഞതും അതിനാധാരമായത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെയാണ് 6000 കോടി ചെലവഴിച്ച സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിയെ അദ്ദേഹം ശ്ലാഘിച്ചത്, മന്ത്രി ശ്ലാഘിച്ചത്. അപ്പോൾ ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, നിങ്ങൾ അത്രയും നല്ല വാക്കുകൾ പറയുമ്പോൾ അതിനുവേണ്ടി കേരളം ചെലവഴിച്ച 6000 കോടിയുണ്ട്, അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ബജറ്റിന് പുറത്ത് കണ്ടെത്തിയ പണമാണ്. ആ പണത്തെ പൊതുകടത്തിൻ്റെയും കടപരിധിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നൊരു സഹായമാണ് കേരളത്തിന് ചെയ്തു തരേണ്ടത് എന്ന ആവശ്യം ഉന്നയിക്കുന്നു. സ്വന്തം വകുപ്പല്ല എങ്കിൽ കൂടിയും ധനകാര്യമന്ത്രിയുമായി ഇക്കാര്യം കേരളം എടുത്ത എഫർട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാം എന്ന് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറയുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രസക്തമായ കാര്യങ്ങളാണ് രാജ്യസഭയിൽ നിന്ന് നടന്നത്? ശരത്തെ, സത്യമായിട്ട് പറയാതിരിക്കാൻ ചില ഘട്ടങ്ങളിൽ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി, നമുക്കറിയാം, സംഘപരിവാർ BJP നേതൃത്വത്തിന്റെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തനായിട്ടുള്ളൊരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യത്തെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം,
ഈ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിൽ ശരാശരി ഒരു കിലോമീറ്റർ നാഷണൽ ഹൈവേ പണിയുന്നതിന് 100 കോടി രൂപ ചെലവഴിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അതേസമയത്ത് ദേശീയ തലത്തിൽ അത് 70 കോടി 75 കോടി ഇതാണ്. അത് ഈ ഭൂമി വിലയിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ 6000 കോടി രൂപ കേരളം സ്പെൻഡ് ചെയ്യണം. കാരണം ഈ പദ്ധതി ഒഴിവായി പോകും, അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ ശരത്ത് കാണിച്ച പ്ലേ ചെയ്ത ഇതിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ അത് നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ കാരണം ഈ ഭൂമി ഏറ്റെടുക്കലുണ്ടായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് ഏത് വിധത്തിലും തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ 6000 കോടി രൂപ ഈ അധിക ചെലവ്, ഈ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ കേരള ഗവൺമെന്റ് തയ്യാറാവുമ്പോൾ അവിടെ ശരത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു ദുർഘടാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിനുവേണ്ടി അത്രയും വലിയൊരു എമൗണ്ട് ചെലവഴിക്കേണ്ടി വന്നതുകൂടിയാണ്. അത് തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ സത്യസന്ധമായിട്ട് കുറേയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ഒരു യാഥാർത്ഥ്യമാണ് നിതിൻ ഗഡ്കരി പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ, പല നേതാക്കന്മാരെ പോലെ, നിർമ്മല സീതാരാമനെ പോലെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അല്ല പലപ്പോഴും നിതിൻ ഗഡ്കരി പ്രതികരിക്കാറുള്ളതെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നം അവശേഷിക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ നമുക്ക് ഗെയിൽ പദ്ധതിയുടെ കാര്യം അറിയാം. ഗെയിൽ പദ്ധതി ഏതാണ്ട് നിലച്ചവട്ടിലായിരുന്നു. ഈ NHAIയുടെ ആളുകളും അതുപോലെ ഗെയിലിന്റെ ആളുകളും ഒക്കെ അവരുടെ ഓഫീസുകൾ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോയി എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഗെയിൽ പദ്ധതി, ഈ പൈപ്പ് ലൈൻ ഒരു വലിയൊരു ഘട്ടം നമ്മൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഗുണം മറ്റു പല സംസ്ഥാനങ്ങൾക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആകെ, കർണാടകത്തിനും തമിഴ്നാടിനും അടക്കം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോ ഈ വരുന്ന സമയത്ത് ഈ തരത്തിൽ കേരളത്തിന് സ്വന്തം തനത് റവന്യൂ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ തുക കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു കടമെടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ അതുപോലും അനുവദിക്കില്ല. അത് ഈ 6000 കോടി രൂപയുടെ കടമെടുപ്പും ബഡ്ജറ്റിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കേരളത്തിന്റെ സ്വന്തം കടമായിട്ട് കണക്കിലെഴുതും എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഇപ്പോ കേരളം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാഷണൽ ഹൈവേ പദ്ധതിയും അതുപോലെ വിഴിഞ്ഞം പദ്ധതിയും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ തോതിലേക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ, ഇപ്പൊ വിഴിഞ്ഞം ഡിസംബർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജനുവരിയിൽ അത് കമ്മീഷൻ ചെയ്യാണ്, പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ അതിന്റെ ട്രയൽ റൺ കഴിഞ്ഞു, വലിയ തോതിൽ അതിന്റെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ട്രയൽ റൺ സമയത്ത് തന്നെ വൻകിട മദർ ഷിപ്പുകൾ ഉൾപ്പെടെയുള്ള 70 ഷിപ്പുകൾ വന്നു. 1.48 ലക്ഷം TEU ചരക്ക് അവിടെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു, നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യം തന്നെയാണ്. ട്രയൽ റൺ സമയത്ത് പോലും ഇപ്പോ അമേരിക്കയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള കമ്പനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് വിഴിഞ്ഞത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് ഷിപ്പും അവരുടെ വിഴിഞ്ഞത്ത് കൂടി കടന്നു പോകുമ്പോൾ വിഴിഞ്ഞത്ത് അടുപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ വരുമാനം എത്രയോ കോടി രൂപ ഉയർത്തുന്നു. ഇതൊക്കെ ആലോചിക്കണ്ടേ? അപ്പൊ ഈ ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും തുറമുഖത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു റവന്യൂ ജനറേഷൻ, ഇക്കോണമിയെ ആകെ അത് ചലനാത്മകമാക്കുമ്പോൾ അത് കേരളത്തിന് മാത്രമല്ല ഗുണം കിട്ടുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത് പലരും. കേരളത്തിന്റെ എന്തോ ഒരു കാര്യമാണ്. ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ ഇത് ശ്വാസത്തിലൊരു തുറമുഖം എന്ന് പറയുന്നത് ആരുടെയാണ്? കേരളത്തിന്റെ തുറമുഖം അല്ല, അത് ഇന്ത്യയുടെ തുറമുഖം, രാജ്യത്തിന്റെ തുറമുഖം. നമ്മളിപ്പോ ഏതെങ്കിലും അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു സംസ്ഥാനത്തായിരിക്കാം, ഒരു ഭാഗത്തായിരിക്കാം തുറമുഖം നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന അമേരിക്കൻ തുറമുഖം എന്നാണ്, അമേരിക്കയുടെ തുറമുഖമാണ്, അല്ലാതെ ശ്രീലങ്കയുടെ തുറമുഖം എന്നാണ് പറയുന്നത്. അപ്പൊ അത് കേരളത്തിന്റെ തുറമുഖം എന്ന് പുറത്ത് ആരും പറയാൻ പോകുന്നില്ല, ഇന്ത്യയുടെ ഒരു തുറമുഖം എന്ന്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന രംഗത്തുണ്ടാവുന്ന ഈ നേട്ടങ്ങളെ, ഈ നാഷണൽ ഹൈവേ ആയാലും ഈ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യം എടുക്കുക. ഗെയിൽ പൈപ്പ് ലൈൻ വാസ്തവത്തിൽ കൂടുതൽ പ്രയോജനം സിദ്ധിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കാണ്. കർണാടകത്തിനും തമിഴ്നാടിനും ഒക്കെയാണ് കൂടുതൽ പ്രയോജനം സിദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം പദ്ധതികൾ വരുന്ന സമയത്ത് അതിനെതിരെ അതിനെ വഴിമുടക്കിക്കൊണ്ട് ഇപ്പൊ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന്റെ 810 കോടി രൂപ നമുക്ക്
അത് വായ്പയായിട്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ശരത്തെ, വരുന്ന പ്രശ്നം ഇതാണ്. അതായത് ഇത്തരത്തിൽ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് പോകുന്ന ഒരു ബഡ്ജറ്റിനെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ നിലയെ പൊതുധനകാര്യത്തെ താളം തെറ്റിക്കുന്ന സ്ഥിതിയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്ന മാറ്റം വരുന്നത്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഒരു മന്ത്രി അത്തരത്തിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇത് ശ്ലാഘനീയമായ ഒരു കാര്യമാണെന്നും പറയുന്നത് അതേതോ ഒരു നമ്മളൊരു പുകഴ്ത്തലായിട്ടോ വലിയൊരു ബാഡ്ജ് കുത്തിയിട്ട് ഒരു മെഡൽ കുത്തിയൊന്നും നടക്കാൻ കാര്യമില്ല. കാരണം എല്ലാവർക്കും അതറിയാം. പക്ഷെ അത് യാഥാർത്ഥ്യം സത്യമായിട്ടൊരു കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്തെ പൊരുൾ എന്ന് പറയുന്നത്. അതാണ് അതിനകത്തൊരു മനസ്സിലായത്. ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾ ദേശീയപാത വികസനത്തിന് വേണ്ടി 6000-ഓളം കോടി രൂപ ചെലവഴിച്ചു എന്നത് അഡ്മിറ്റ് ചെയ്യാണ് ആ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തിയ തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബജറ്റിലുള്ള നിങ്ങളുടെ പൊതുഖജനാവിൻ്റെ കടബാധ്യതയിൽ പെടുന്നതല്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ തന്നെ ആ നിലയിൽ അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഒരു കേന്ദ്രമന്ത്രി പറയാണ്, കേരളം രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഇക്കാര്യങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ബന്ധപ്പെട്ട മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഫാക്ട്സ്, അതിൻ്റെ വസ്തുത, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഗൗരവം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ശ്രീ അനൂപ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ച് ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ കരാറിന് വിരുദ്ധമായി നൽകിയ ഗ്രാൻഡ് തിരിച്ചു നൽകണം എന്നതുപോലെയുള്ള വ്യവസ്ഥകൾ കേന്ദ്രം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നാളിതുവരെ അതേക്കുറിച്ച് അത് വിയോജിച്ചുകൊണ്ട് കേന്ദ്ര നിലപാടിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്ന ശ്രീ അനിൽകുമാറിൻ്റെ ചോദ്യം. രണ്ടാമത്തെ പ്രധാന, നമ്മളിപ്പോൾ ഈ സംസാരിച്ച 6000 കോടി, ഒരു സംസ്ഥാനം 6000 കോടി അതിൻ്റെ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് അതിഭീമമായ തുകയാണ്. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ല. കേന്ദ്ര സർക്കാർ ആ നിലയിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. കേരളത്തിന് ദേശീയപാത വികസിപ്പിച്ചേ കഴിയൂ, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നൊരു ഘട്ടത്തിൽ ആ വലിയ റിസ്ക് കേരളം 2016 എടുക്കുകയായിരുന്നു. അതിന് പണം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ബന്ധപ്പെട്ട മന്ത്രി അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ ആ മികവ്. അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റിലെ രേഖയിൽപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ ഗൗരവം അവിടെയാണ്. അദ്ദേഹം ആ പാർലമെൻറ്റിൽ വെച്ചാണ് അത് സമ്മതിക്കുന്നത്, അതിൽ രേഖപ്പെടുത്തപ്പെടുന്നതിൻ്റെ ഗുണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നു അതൊരു പൊതു കടത്തിൻ്റെ ഭാഗമായി കരുതേണ്ടതില്ല, ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ടോൺ വെച്ചാണെങ്കിൽ ശ്രീ അനൂപ്, കേരളത്തിന് ആ ഇളവ് കേന്ദ്രം നൽകേണ്ടതല്ലേ? കേന്ദ്രത്തിൻ്റെ പൊതുകടത്തിലേക്ക് അത് വരാതിരിക്കുകയും കടമെടുപ്പ് പരിധി അതിൻ്റെ പേരിൽ ചുരുക്കുകയും ചെയ്യുന്നതിലേക്ക് പോകാതെ കേന്ദ്രം കേരളത്തെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ പിന്തുണയ്ക്കേണ്ടതല്ലേ? ഗഡ്കരി എന്ന് പറഞ്ഞത് വെച്ച് നോക്കിയാൽ അനൂപ്, രണ്ട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും താങ്കൾ പറയുന്ന കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കും. അതിനു മുമ്പ് ഞാനിവിടെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കേവലം കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിലുള്ളതാണ് എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങയെയും അതുപോലെ അനിൽകുമാറിനെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സാക്ഷാൽ EMS പറഞ്ഞതാണ്. മനോരമ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ സ്വയം പരിശോധിക്കുമെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, EMS അല്ലേ. അതുകൊണ്ട് RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്നത് നിങ്ങളുടെ നിലപാടാണ്. പക്ഷേ ഞങ്ങൾ RSSകാരനായ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളെ അത്ര നിഷ്കളങ്കമായി കാണുന്നില്ല. അതിൻ്റെ അടിത്തട്ടിലെ രാഷ്ട്രീയം ഞങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനൂപ്, ആ രാഷ്ട്രീയത്തെ നിശ്ചയമായി അത് താങ്കൾ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തെ, കേരളത്തിൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളിൽ നിന്ന് സ്വാഭാവികമായി അത് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങൾ ആവർത്തിച്ച് താങ്കളുടെ ആ രാഷ്ട്രീയം പറഞ്ഞവതരിപ്പിച്ചു. പക്ഷേ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നൊരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തെ സമീപിക്കുക. വികസനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എന്നൊരു കാര്യമില്ലേ? അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാൻ അനൂപിന് ഇനി താല്പര്യമുണ്ട്. രാഷ്ട്രീയ വിമർശനം എനിക്ക് മനസ്സിലായി. ഞാൻ അതിലൊരു ചോദ്യം പോലും അതുകൊണ്ട് തന്നെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുമില്ല. താങ്കൾ പറഞ്ഞത് കേൾക്കുകയായിരുന്നു. വിമർശനം അനിൽകുമാറാണ് പറയുകയും ചെയ്തത്. ആ വിഷയത്തിനകത്ത് വരുമ്പോൾ എന്താണ് നിലപാട്? തീർച്ചയായും വിഷയം കേരളത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ പ്രതിപക്ഷം എന്നാണ് നിലപാടെടുത്തിട്ടുള്ളത്? അത് ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണെങ്കിലും ദുരന്ത സമയങ്ങളിലൊക്കെ നിരുപാധികം പിന്തുണ ഈ ഇവിടുത്തെ സർക്കാരിന് കൊടുത്തിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങളുടേത്.
ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ചെറുതായി കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ വിയോജിപ്പ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഉയർത്തിയാൽ അത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളെ, സംഘപരിവാറിനെ എതിർക്കുന്ന ആളുകളെ ഇന്ത്യ വിരുദ്ധരായി ചിത്രീകരിക്കുന്ന BJPയുടെ നയസമീപനത്തിൻ്റെ കാർബൺ കോപ്പിയായിട്ട് വരും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട സന്ദർഭങ്ങളിൽ നിരുപാധികമായി ഈ സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിന്തുണച്ചിട്ടുണ്ട്, രാഷ്ട്രീയം നോക്കാതെ നിന്നിട്ടുണ്ട്, നിയമസഭയിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ യാഥാർത്ഥ്യങ്ങളല്ലേ. ഇതിനകത്ത് ഞങ്ങൾക്ക് മറിച്ചൊരു സമീപനമില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന RSSൻ്റെ കേന്ദ്രമന്ത്രി നിങ്ങളെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ, അതിലാഘോഷിക്കുമ്പോൾ അതിനകത്ത് ചില വസ്തുതകളില്ലേ, അതിനകത്ത് അത് കേവലം അത്രമാത്രം. അപ്പോഴും ഈ അനൂപിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനൂപ് വിഷയത്തെ സ്പർശിക്കാതെ അതിന് ചുറ്റുവട്ടത്ത് നിന്ന് രാഷ്ട്രീയം പറയുകയാണ്. അത് നല്ല കാര്യമാണ്, അത് കേട്ടിരിക്കാം. പക്ഷെ കേട്ടിരിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇതിലെ വിഷയം എന്താണ്? ദേശീയപാത വികസനം എന്നുള്ളതാണ്. ദേശീയപാത വികസനത്തിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? LDF UDF സർക്കാരുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയാണ് 2016 പിണറായി സർക്കാരിന് തൊട്ടു മുമ്പ് കേരളം ഭരിച്ചത്. എന്തായിരുന്നു UDF സർക്കാരിന് അക്കാര്യത്തിൽ ചെയ്യാനായത്? ഭരണം എല്ലാം വിട്ടൊഴിഞ്ഞ ശേഷവും ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അപ്പോൾ ദേശീയപാത വികസനം എന്നൊരു വിഷയത്തെ മുൻനിർത്തി ആ വിഷയത്തിൽ കേരളം ബഹുദൂരം മുന്നോട്ട്, ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെന്നോ സർക്കാരെന്നോ പറയുന്നതാണ് അനൂപിൻ്റെ പ്രശ്നമെങ്കിൽ അത് മാറ്റിവെക്കൂ. കേരളം അക്കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയില്ലേ? ആ മുന്നോട്ട് പോക്കിൽ കേരളം ചെലവാക്കിയ തുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുകടമായി കാണാതെ കേരളത്തിനത് സമാശ്വാസം പകരുന്ന വിധത്തിലേക്കൊരു കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതുണ്ടോ? ഞാൻ അതിലേക്ക് തന്നെ വരാം. നിങ്ങളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെയും സമീപനങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആവശ്യം. തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് പലപ്പോഴും പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുണമായി അദ്ദേഹത്തിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ നിഷ്പക്ഷ നിരീക്ഷകരൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ, ഒരു നിലപാടിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിൽ ഒരിക്കലൊരു നിലപാടെടുത്താൽ അതിൽ നിന്ന് അണുകിട മാറാതെ മുന്നോട്ട് പോകുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യത്തിലൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മറ്റാരെയും കൂസാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്രമാത്രം പുകഴ്ത്തപ്പെടേണ്ട ഗുണമാണ്. ഉമ്മൻചാണ്ടി അങ്ങനെയല്ല. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് ജനകീയമായ എതിർപ്പുകളെ തുടർന്ന് പിന്മാറിയിട്ടുണ്ട്, ജനങ്ങളുടെ എതിർപ്പുകളെ പരിഗണിച്ചിട്ടുണ്ട്. ദേശീയപാതയുമായൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എതിർപ്പുകൾ എന്ന് പറയുന്നത് വ്യക്തിപരമായ എതിർപ്പുകളല്ലല്ലോ. പലയിടത്തും പ്രശ്നങ്ങളുണ്ടാവും. ഭൂമി എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ആശങ്കകളുണ്ടാവും. അതിനെയൊക്കെ അഡ്രസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞതിനെ അത്രമാത്രം നിഷേധാത്മകമായി നിങ്ങൾ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ പല പദ്ധതികളുടെ കാര്യത്തിലും കേരളത്തെ എത്രയോ ദശകങ്ങൾ പിന്നോട്ട് കൊണ്ടുപോയ ചരിത്രമുള്ള ആളുകളാണ് നിങ്ങൾ. ഇവിടെ പല വികസന പദ്ധതികളും കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരായി കേരളത്തിൻ്റെ പൊതു മനസ്സിനെ രൂപീകരിച്ച ആളുകളല്ലേ. കുട്ടനാടിൽ ട്രാക്ടർ യന്ത്രം വന്നപ്പോൾ അത് എത്ര ദശകങ്ങളാണ് കേരളത്തിൽ പിന്നോട്ട് കൊണ്ടുപോയി കർഷക തൊഴിലാളികളെ വെച്ച് സമരം ചെയ്ത ആളുകളല്ലേ. എന്തിനേറെ പറയുന്നു, +2 എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി ബോർഡുകൾ നിർത്തലാക്കി +2 കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് പിന്നീട് നിങ്ങളുടെ കാലത്ത് +2 കൊണ്ടുവന്ന ആളുകളല്ലേ. നിങ്ങൾക്ക് അത്ര വലിയൊരു ചരിത്രമില്ലേ? ഇപ്പം ഈ പറയുന്ന ഒരു വശത്ത് ഒരു പുതിയ പ്രൊജക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാര്യം വരുമ്പോൾ ജനങ്ങളെ അഡ്രസ് ചെയ്യുക, അവരുടെ ആവലാതികൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ സമീപനം ഉമ്മൻചാണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു നയസമീപനം, ആളുകളെ കേൾക്കുക, അവരുടെ വിയോജിപ്പുകൾ അഡ്രസ് ചെയ്യുക. അല്ലാതെ പിണറായി വിജയൻ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പിണറായി വിജയനും മോഡിക്കും ഒക്കെ അത് കഴിയുന്നത് അവർ ഓട്ടോക്രാറ്റിക്കായ പാർട്ടിയുടെ ഓട്ടോക്രാറ്റിക്കായ നേതാക്കന്മാരായതുകൊണ്ടാണ്. ശരി, താങ്കൾ പറഞ്ഞു വന്നത് വ്യക്തമാണ്. ഞാൻ വരാം, അനൂപ് വരാം. അനൂപ് ഇവിടെ ശ്രീ അനിൽകുമാർ വികസനം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോഴും ആ വികസനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നതും നിലനിൽക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് ആ നിലയിലുള്ളൊരു രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ്.
അത് അദ്ദേഹം ആവർത്തിച്ച് ആ നിലയിൽ തന്നെ ആ വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പുറത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഒരു താരതമ്യത്തിന് വിധേയമാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ടു. ഉമ്മൻചാണ്ടി പിണറായി അല്ലെങ്കിൽ കോൺഗ്രസ് UDF സർക്കാർ LDF സർക്കാർ എന്ന താരതമ്യത്തിന് അവിടെ നിന്ന് അദ്ദേഹം അത് കൊണ്ടുപോകുന്നത് മോദി പിണറായി സമാനതകൾ എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെ ഒരു കേരളത്തിനകത്ത് അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ട്. നേതാക്കൾ പലരും ചർച്ചകളിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. അതിലേക്ക് അദ്ദേഹം വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഫോക്കസോടെ ഇടതുപക്ഷ സർക്കാരുകളെ, ഞാൻ അങ്ങനെ പറയുന്ന 16 മുതലുള്ള 2 സർക്കാരുള്ള ഇടതുപക്ഷ സർക്കാരുകളെ കോൺഗ്രസ്സിന് വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കാൻ കഴിയുന്നുണ്ടോ? ഈ താരതമ്യങ്ങളിലൂടെ എന്താ പറയുക, ഒരു നേട്ടം ആർജിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? ഇന്നടക്കം ഈ ചർച്ച പരിശോധിച്ചുകൊണ്ട് താങ്കൾ എന്ത് പറയും? ഒന്ന്, കൾച്ചറൽ മാർക്സിസ്റ്റുകാരാണ് ഞങ്ങളുടെ ശത്രുക്കളെന്ന് മോഹൻ ഭഗവത് പ്രഖ്യാപിക്കുന്നത് അനുരഞ്ജനമാണ് എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇന്ത്യ മുന്നണിയിൽ സീതാറാം യെച്ചൂരിയുടെ പങ്കിനെക്കുറിച്ച് സോണിയാഗാന്ധി സംസാരിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും RSS അനുരഞ്ജനം ഉള്ളത് കൊണ്ടാണോ? അപ്പം ഇത്തരം കാര്യങ്ങൾ അതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നീതി ആയോഗ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ഭരണഘടനയ്ക്ക് കീഴിലുള്ള സംവിധാനങ്ങളോട് ഭരണപരമായും നിയമപരമായും പരസ്പരം ഇടപെട്ട് മാത്രമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാനാവൂ. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിന് കേന്ദ്രത്തിലെ നീതി ആയോഗ് മാർക്കിട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ കേരളത്തിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 75ആണ്. രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 79ആണ്. എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനത്തിന് 53 മാർക്കേ ഉള്ളൂ. അവർക്ക് 52, 53ആയി. ഇന്ത്യയിലെ 1ാം സ്ഥാനം കേരളത്തിലാണ്. ഈ 8.25 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഏതെങ്കിലും ഒരു വകുപ്പിൽ കേരളം 2ാം സ്ഥാനത്തുണ്ടോ? 8.25 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ ഇന്ത്യയിലെ ഗഡ്കരി പോട്ടെ, ഗഡ്കരി നിങ്ങൾ പറയുന്നില്ല, പ്രശംസിക്കുന്നു. ആരോഗ്യ മേഖലയാകട്ടെ, വ്യവസായ മേഖലയാകട്ടെ, ഏതെങ്കിലും വകുപ്പിൽ കേരളം 2ാം സ്ഥാനത്തുണ്ടോ? ഒരു വകുപ്പ്. ഗഡ്കരിയെക്കുറിച്ച് പറയുമ്പോൾ ഗഡ്കരി പ്രത്യേക കാരണം കൊണ്ടാണ്, പിണറായി ആയിട്ടുള്ള യോജിപ്പാണ്. ശരി, ബാക്കിയുള്ള കാര്യങ്ങളോ? അപ്പോൾ എന്താ ഇതിന് കാരണം? ഭരണ മികവിൽ കേരളം ഇന്ത്യയുടെ 1ാം സ്ഥാനത്തായി. അതാണ് LDF സർക്കാരിൻ്റെ മികവ്. നിങ്ങൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം പിന്തുണ കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? ഞാനൊരു കണക്ക് ചോദിക്കാം. ഈ 8000 കോടി രൂപ കേരളം മുടക്കി. 6250 കോടിയാണ് NH-17 മുടക്കുന്നത്. കൊല്ലത്തെ ദേശീയപാത എല്ലാം കൂടെ വരുമ്പോൾ 8000 കോടി വരും. ഈ പദ്ധതിക്ക് പൈസ മുടക്കുമ്പോൾ കിബി ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത നടക്കുമോ? ആ കിബിയുടെ കാര്യം പറഞ്ഞ് സഖാവ് തോമസ് ഐസക്കിനെ എത്ര കാലം ED വേട്ടയാടി? നിങ്ങൾ തോമസ് ഐസക്കിൻ്റെ കൂടിയായിരുന്നോ കേന്ദ്ര സർക്കാരിൻ്റെ കൂടിയായിരുന്നോ? നിങ്ങൾ EDക്കൊപ്പമായിരുന്നോ തോമസ് ഐസക്കിൻ്റെ കൂടിയായിരുന്നു? നിങ്ങൾ തോമസ് ഐസക് എന്നൊരു മനുഷ്യനെ, കേരളം കണ്ട ഏറ്റവും നല്ലൊരു ധനകാര്യമന്ത്രിയെ നീചമായി ED വേട്ടയാടിയപ്പോൾ ആ ഐസക്കിനെ കളിയാക്കിക്കൊണ്ട് നടന്നവരല്ലേ കോൺഗ്രസ്സുകാർ? തിരിച്ചൊരു പ്രസ്താവന കാണിക്കുക. കിബി കൊണ്ടുവന്ന തോമസ് ഐസക്കിനെ വേട്ടയാടുന്ന തെറ്റ്. അങ്ങനല്ല. മാത്യു കുഴൽനാടൻ ഡൽഹി പോയിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കടലാസ് കൊണ്ടുവന്ന് കേരള നിയമസഭയിൽ ആദ്യം അവതരിപ്പിച്ചിട്ട് കേരള സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു. പെൻഷൻ ഫണ്ട് ബോർഡിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തുവിട്ട കടലാസ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് കുഴൽനാടൻ ചെയ്തത്. അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഏതൊക്കെയാണ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത്? കേരള ബാങ്ക്, പിന്നെ ലൈഫ് മിഷൻ പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷൻ, ഹരിത കേരളം, ഇതുപോലെ K-ഫോൺ പദ്ധതി. ഇനി പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിക്കാരും എല്ലാം കൂടി ഒരു ചർച്ച നടന്നു, സർവകക്ഷി യോഗം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കണം, നിവേദനം കൊടുക്കണം, നിവേദനത്തിൽ ഒപ്പിടണം. എന്താണ് നിവേദനത്തിൽ നിങ്ങളുടെ ആവശ്യം? പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ദൂർത്തുകൊണ്ടാണ് കേരളത്തിന് ദ്രോഹമുണ്ടായെന്ന് എഴുതി വെക്കണം. ആ ഒറ്റ കാരണം കൊണ്ട് യോജിച്ച നിവേദനം കൊടുക്കാൻ പറ്റിയോ? ഇവിടെ തമ്മിലടി ഉണ്ടായതോടുകൂടി സംഭവിച്ചത് എന്താണ്? മോദി രക്ഷപ്പെട്ടു, നരേന്ദ്രമോദിക്ക് സന്തോഷമായി. ഇവിടെ തമ്മിലടിയല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പിന്തുണ നൽകിയിട്ടില്ല. ഇതാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഇനി ജനകീയമായ എതിർപ്പ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 2013 മൻമോഹൻ സിംഗ് സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നിയമം കൊണ്ടുവന്നത്. ഞാൻ ഈ ചർച്ചയിൽ കൃത്യമായിട്ടൊരു കാര്യം വെളിപ്പെടുത്തുന്നു. എന്താണ് വെളിപ്പെടുത്തുന്നത്? 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് കോൺഗ്രസ് ഭരിച്ച മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധിയായ ഭേദഗതികൾ, സ്റ്റേറ്റ് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നു.
അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേക്ക് വേണ്ടിയും ദേശീയപാതയ്ക്ക് വേണ്ടിയും ഭൂമി ഏറ്റെടുക്കുന്നതിന് 2013 നിയമം ബാധകമല്ല എന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞെരിച്ചമർത്തിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയത്. ഇന്ന് ഉത്തരേന്ത്യയിൽ കർഷക സമരത്തിന് കാരണം ഇതാണ്. കേരളത്തിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ഒരു കൊടിയായിട്ട് ദേശീയപാതയ്ക്ക് ഭൂമി എടുക്കുന്നതിനെതിരെ വരാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വില കൊടുക്കുകയാണ്. ഈ ഉയർന്ന വില കൊടുക്കാൻ പിണറായി സർക്കാർ സമ്മതിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നല്ലൊന്നും തുക നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നമുക്ക് കുറച്ച് തുകയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഈ വസ്തുവിൻ്റെ വില ആരാ തീരുമാനിക്കുന്നത്? നിങ്ങൾ ഉയർന്ന വില തീരുമാനിച്ചോ? കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില കൊടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു, ഉയർന്ന വില നിശ്ചയിച്ചു. ആ ഉയർന്ന വിലയുടെ 4/1 കേരളം കൊടുക്കുകയാണ്, ബാക്കി കേന്ദ്രം കൊടുക്കുകയാണ്. 25,000 കോടി രൂപ കേരളം ആകെ കൊടുക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഈ പശ്ചാത്തല മേഖലയുടെ വികസനം മാത്രമല്ല, സമ്പദ്ഘടന അങ്ങ് പൊക്കിവിട്ടു. മാന്ദ്യത്തിൽ നിന്ന് കേരളം മുന്നോട്ട് പോയി, മാന്ദ്യത്തെ മറികടന്നു കേരളം. അപ്പം ജനകീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പണം വിതരണം ചെയ്യുന്ന തരത്തിൽ വസ്തുവിന് വില വർദ്ധിപ്പിച്ചു കൊടുത്ത പിണറായി വിജയനല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം അതല്ല നടപ്പാക്കിയത്. പിണറായി നടപ്പാക്കിയ നയം മറ്റൊന്നാണ്. ഇത് മനസ്സിലാക്കണ്ടേ? എന്താ ജനകീയം എന്ന് പറഞ്ഞാൽ? ആളുകളുടെ തോളത്ത് കൈവെട്ടി ആശ്വസിപ്പിച്ചാൽ മാത്രമാണോ ജനകീയം? ഒരൊറ്റയാളും കാണാൻ വേണ്ടി വന്നില്ല. മുഖ്യമന്ത്രി വില തീരുമാനിക്കണം, ഉയർന്ന വില തീരുമാനിക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ഉയർന്ന വില തീരുമാനിക്കാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ ദേശീയപാതയ്ക്ക് എതിർപ്പില്ലാതെ വന്നത്? കെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇരട്ടച്ചങ്ങനെ ചങ്കൊണ്ട കാണാമെന്ന്? ഈ ഗെയിൽ പൈപ്പ് ലൈനും മറ്റും ഭൂമിക്ക് എടുത്തു കൊടുത്താൽ എവിടെയാ SDP-ക്കാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സമരം പൊട്ടിപ്പോയത്? പൊട്ടാൻ കാരണം എന്താണ്? നല്ല വില അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ ഭൂമി കൂടി എടുക്കണം, കുറച്ചുകൂടെ ഭൂമി എടുക്കണം എന്ന് ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെളപ്പിൽശാലയിലേക്കല്ലേ, വെളപ്പിൽശാലയിൽ ഭൂമി ഏറ്റെടുത്തപ്പോൾ അയ്യോ ഞങ്ങളുടെ ഭൂമി എന്താ എടുക്കാത്തതെന്ന് സർക്കാരിന് നിവേദനം കൊടുക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം, ഞങ്ങളുടെ ഭൂമി കൂടി എടുക്കണം. തിരുവനന്തപുരത്ത് പോയി നോക്ക്. ഇങ്ങനെ ജനകീയം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ വ്യാകരണമുണ്ട്. പൊള്ളയായ ചിരിയിലൂടെ ഖദർ ഗ്ലാമറുകൾ സൃഷ്ടിക്കുന്ന വ്യാജമായ ഒരു സമാശ്വാസത്തിൻ്റെ ഖദർ ഗ്ലാമറുകൾ ഉണ്ടാക്കുന്ന ഒരു സമാശ്വാസത്തിൻ്റെ ഏറ്റവും കപടമായ ഒരാശ്വാസം കൂടിയുണ്ട്. ആ ആശ്വാസമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന പച്ച മനുഷ്യൻ ഇവിടെ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന വില കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ജനകീയം ഇതാണ്. അത് നിങ്ങൾക്ക് ദഹിക്കില്ലെങ്കിൽ കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെ ഒരു മനസ്സിലാക്കൽ കൊണ്ടുകൂടിയാണ് തുടർഭരണത്തിലേക്ക് ചരിത്രത്തിലാദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകുന്നതെന്ന് നമ്മൾ കണ്ടത്. ഏതായാലും അനൂപ് ഈ താരതമ്യത്തിനൊരു വഴിമരുന്നിട്ടതുകൊണ്ട് രണ്ടു കൂട്ടർക്കും താരതമ്യത്തെക്കുറിച്ച് തങ്ങളുടേതായ അവകാശവാദങ്ങൾ അവതരിപ്പിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനായി. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തെ ഏറ്റെടുക്കാം, ചേർത്ത് വെക്കുകയും ചെയ്യാം. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് ഇടവേളയിലേക്ക് പോകുന്നതിനും, ശ്രീ ജോർജ് ജോസഫ്, ഇതിലെ കാതലായ ഒരു പ്രശ്നം ഇപ്പോൾ പറഞ്ഞ നല്ല വില കൊടുത്ത് UPA സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ ഒരു ഭേദഗതിയും വരുത്താതെ അതനുസരിച്ച് ഏറ്റവും മികച്ച നഷ്ടപരിഹാരം കൊടുത്ത് കേസുകളില്ലാതെ ഏറ്റവും മികച്ച നിലയിൽ അതിനുവേണ്ടി ആളുകൾ വണ്ടി പിടിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു നിൽക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ പോയി കാണുകയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പുറകെ നടക്കുകയോ ഒന്നും ചെയ്യാതെ തീരുമാനങ്ങളിലൂടെ ഏറ്റവും മികച്ച കോമ്പൻസേഷൻ കൊടുത്ത് ദേശീയപാത വികസനം മുന്നോട്ട് പോയി. അതാണ് 8,000 കോടി സംസ്ഥാനത്തിൻ്റെതായി വന്നത്, കോൺട്രിബ്യൂഷൻ വന്നത്. അത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും നൽകിയിട്ടില്ല. ചില പദ്ധതികൾക്ക് സംസ്ഥാന വിഹിതം ഇട്ടിട്ടുണ്ടാകാം, പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു സംസ്ഥാനം അതിൻ്റെ പൂർണ്ണമായ കിലോമീറ്ററിൽ ഇങ്ങനെ പണം കൊടുത്ത ഒരു അനുഭവം രാജ്യത്തില്ല. അത് അടിവരയിട്ട് പറയാവുന്നതാണ്. അങ്ങനെയുണ്ടായ 6,000 കോടി, അത് നേരത്തെ ശ്രീ അനിൽകുമാർ അത് 8,000 എന്നുള്ളത് പറഞ്ഞത് മറ്റൊരു റീച്ചിന് ചിലവാക്കിയ പണം കൂടി ചേർത്താണ്. അപ്പോൾ ഇത് കടപരിധിയിൽ നിന്ന് വരാത്ത വിധം സംരക്ഷിക്കണം എന്നൊരാവശ്യം വെക്കുമ്പോൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. താങ്കൾ നേരത്തെ അത് സംസാരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ലോക്സഭയിലെ MP-മാർ അടക്കം, എന്ന് വെച്ചാൽ UDF MP-മാരാണ് അതിൽ മൃഗീയ ഭൂരിപക്ഷമായിട്ടുള്ളത്, ഏറ്റവും അധികമുള്ളത്, അവരടക്കം ഇപ്പോൾ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മുന്നോട്ട് വെച്ച ആശയം ഞങ്ങളത് പരിശോധിക്കാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തമ്മിൽ തല്ലില്ലാതെ സംയുക്തമായി നിവേദനം പോലും കൊടുക്കാൻ പറ്റാതെ പോയ മുൻ സാഹചര്യത്തെക്കുറിച്ച് അനിൽകുമാർ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ലോക്സഭയിലും ഇതേ വിഷയത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു താല്പര്യത്തെ മുൻനിർത്തി MP-മാർ, UDF MP-മാർ കൂടി രംഗത്ത് വരണ്ടേ? ഈ ദേശീയപാത വികസനത്തിന് മുടക്കിയ പണം എന്നുള്ളത് ഒരു പൊതുകടം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ കടപരിധിയിലേക്ക് ബാധകമാകും വിധത്തിലേക്ക് മാറാതെ ഒഴിവാക്കി കിട്ടും വിധത്തിലേക്ക് അവർ കൂടി നിൽക്കുന്നത് കേരളത്തിന് ഉചിതമാവില്ലേ? ആ ഒരു രാഷ്ട്രീയ നിലപാട് UDF സ്വീകരിക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് ഈ വിഷയത്തില് കേരളം മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മാതൃകയായിട്ട് എടുക്കണം. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും പാർലമെന്റില് ലോക്സഭയിൽ അവരുടെ MP മാർ അത് DMK ആവട്ടെ മറ്റേ അണ്ണാ DMK ആവട്ടെ ഏതുമായിട്ടെ അവർ ഒരുമിച്ച് നിന്ന് ശബ്ദം ഉയർത്തുന്നു. ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിലും തെലങ്കാനയുടെ കാര്യത്തിലും കർണാടകയുടെ കാര്യത്തിലൊക്കെ അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ലാതെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നം തീർച്ചയായിട്ടും കേരളം ശക്തമായിട്ട് ലോക്സഭയിൽ കൂടി ഉന്നയിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഈ 6000 കോടി രൂപ അല്ലെങ്കിൽ 8000 കോടി രൂപ ചെലവഴിക്കുന്നത് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തനത് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയല്ല ചെലവഴിക്കുന്നത്. ഇത് വികസന പ്രവർത്തനമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ദേശീയപാത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കവർ ചെയ്ത് പോകുന്ന അതിവേഗത്തിൽ വരുന്ന ഒരു പാത വരുന്നതോടുകൂടി കേരളത്തിന്റെ വികസന രംഗത്ത് ഉണ്ടാവുന്ന കുതിപ്പിനെയാണ് കാണേണ്ടത്. ആ കുതിപ്പിന് വേണ്ടിയിട്ടാണ്, അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി. കേവലം ശമ്പളത്തിനോ പെൻഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനോ വേണ്ടി പൈസ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് ന്യായീകരിക്കാം ഒരു പരിധിവരെ. ആ ഫിസ്ക്കൽ രീതിയിൽ തന്നെ അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭാവി വികസനമാണ് പ്രശ്നം കേരളത്തിന്റെ. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഴിഞ്ഞമായാലും ഗെയിൽ പദ്ധതി ആയാലും മറ്റേ ഇതുപോലെ തന്നെ ദേശീയപാതയായാലും മറ്റേത് പദ്ധതി എടുത്തിട്ടുണ്ടെങ്കിലും അത് കേരളത്തിന്റെ ഇന്നത്തെ കേരളത്തെ മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ ഒരു 25, 30, 50 വർഷം കഴിഞ്ഞ് കേരളത്തിലുണ്ടാവുന്ന വികസനത്തിന്റെ സാധ്യതകൾ അതുകൊണ്ട് എന്താണെന്ന് നമ്മൾ കാണണം. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന കേരളത്തിന്റെ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന കേരളത്തിന്റെ GDP-യിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്രോത്തിനെ കൂടി നമ്മളിവിടെ കാണണം. അതുണ്ടാക്കുന്ന തൊഴിൽ സൃഷ്ടിക്കുന്ന സാഹചര്യത്തെ കാണണം. അത് ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ റവന്യൂ അവരുടെ വരുമാനം ഉയർത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന സാഹചര്യം കാണണം. അത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും റവന്യൂ വരുമാനത്തെ വളരെ ഇപ്പൊ തന്നെ നമുക്കറിയാം ഏതാണ്ട് 19.5 കോടി രൂപ ട്രയൽ റൺ സമയത്ത് GST ആയിട്ട് നമുക്ക് ഇവിടെ വിഴിഞ്ഞത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അപ്പൊ അത് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് പ്രവർത്തിക്കുകയും ധാരാളം കപ്പലുകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായ മേഖലകളും എക്കണോമിക് സോണുകളും ഡെവലപ്മെന്റ് സോണുകളും ഒക്കെ വികസിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വരുമാന സ്രോതസ്സും അതാണ് കാണുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ലോങ് റണ്ണിൽ കേരളത്തിന്റെ വികസനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനത്തിന്, കേരളത്തിന്റെ വികസനത്തിന് എന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഒരു ദേശീയപാത വരുന്നത് കേരളത്തിന്റെ മാത്രം സാധ്യതകളല്ല ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ കർണാടകത്തിലേക്ക് ടൂറിസ്റ്റ് റോഡ് മാർഗം പോകുന്ന സാധ്യതകൾ വർദ്ധിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം വരുമ്പോൾ കേരളത്തിന്റെ മാത്രം വികസനമല്ല, അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ വരുമ്പോൾ അതിനെ ഒരു നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു കടമെടുപ്പായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു രീതിയാണ്. അത് അങ്ങനെ ഉൾപ്പെടുത്തി വരുമ്പോൾ അത് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാവുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള ചില ട്രീറ്റ്മെന്റുകളാണ് അത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രശ്നം കേരളത്തിന്റെ ധനപരമായ ഇഷ്യൂ അല്ല. ധനപരമായ കാര്യങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേരളം പെട്ടുപോകുന്നത്. ഇപ്പൊ 710 കോടി രൂപയുടെ കാര്യം നമ്മൾ പറയും, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അങ്ങനെ ഒരു അഗ്രിമെന്റ്. ഇപ്പൊ ഞാൻ അതിന് ലളിതമായിട്ടൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഞാൻ ശരത്തിന് കുറച്ച് പണം തരുന്നു, അത് ആ ശരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാം എന്ന് പറഞ്ഞ് ശരത്ത് ചെലവഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് എടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് അതെനിക്ക് കടമായിട്ട് തന്നതാണ്, പലിശ സഹിതം തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്ത് അല്ലെങ്കിൽ ആരായാലും അത് പെട്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വരും. അതാണ്. അപ്പൊ നമ്മള് ഒരു ധനമന്ത്രി കാണുന്നത് സ്വന്തം വരുമാനത്തെയും ചെലവിനെയും ഫോർകാസ്റ്റ് ചെയ്താണ് ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ അത് പറ്റില്ല. ആ 810 കോടി രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണം, അത് ഇൻട്രസ്റ്റ് സഹിതം തരേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ട്രീറ്റ്മെന്റ് വേറെയാണ്. അതൊരു വലിയ വിവേചനം കാണിക്കുകയാണ് കേരളത്തോട്. കാരണം തമിഴ്നാടിന് അത് കൊടുക്കുന്നുണ്ട്, തൂത്തി കൊടുക്കുക, അത് അനുവദിക്കുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും തുറമുഖങ്ങൾക്കും അത് അനുവദിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തെ മാത്രം എന്താണോ അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിവേചനം കാണിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് ഒരുപക്ഷെ ഈ രാത്രികാല ചർച്ചകളിൽ ഉയർന്നു വരാത്ത കേരളത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൂടിയാണ് നമ്മളിവിടെ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ അവസാനമല്ല ചർച്ചയുടെ
തുടക്കം മുതലുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ 2015 817.80 കോടി രൂപ ഗ്രാൻഡാണ്. ഇന്നാ നിങ്ങൾ വെച്ചോ, ഇതിനെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്, ആ പേരിൽ തന്നെ അതുണ്ട്. അങ്ങനെ ഗ്രാൻഡായി നൽകുന്നു. തുറമുഖങ്ങൾക്ക് അങ്ങനെയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ പറയുകയാണ് ഈ 817 കോടി രൂപ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈ പറഞ്ഞ ബാങ്ക് റേറ്റ് പലിശയുടെ പശ്ചാത്തലത്തിൽ തിരികെ അടയ്ക്കണം എന്ന് പറയുകയാണ് ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ. 817 കോടി രൂപ 2015 2024 ഇങ്ങനെ തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യത എത്രയാണെന്ന് നോക്കൂ. മറ്റ് തുറമുഖങ്ങൾക്ക് ഇതേയല്ല കേന്ദ്ര സമീപനം എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം നിൽക്കുന്നത്. അതേ കേരളത്തോടാണ് ഒരു യാഥാർത്ഥ്യം തുറന്നു സമ്മതിച്ചുകൊണ്ട് ഇന്ന് രാജ്യസഭയിൽ നിതിൻ ഗഡ്കരി സംസാരിച്ചത്. അപ്പോഴാണ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 6000 കോടി ഈ മുമ്പ് പറഞ്ഞ പോലെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി കേരളത്തെ ബുദ്ധിമുട്ടിക്കാതെ അത് ഒഴിവാക്കി തരുന്ന സമീപനം ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് കാണാം, അത് ധനകാര്യമന്ത്രിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞത്. അതിനെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വിപുലമായ ഡയമെൻഷനിൽ കൊണ്ടുപോകുന്നവർക്ക് പോകാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ മലയാളികളെ സംബന്ധിച്ച് പരിശോധിച്ചും ചർച്ച ചെയ്തും അറിഞ്ഞും പോകേണ്ടത് കൂടിയാണ്. അനൂപ, രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, വിഴിഞ്ഞം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നൽകേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായ 817 കോടി 2015 നൽകിയതാണ്. ആ ഗ്രാൻഡ് ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം നെറ്റ് പ്രസൻറ്റ് വാല്യുവേഷനിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ കളം മാറ്റി കളിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് മുമ്പ് ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ സംസാരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കേരളം ഇത് അവതരിപ്പിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ UDF MPമാരും സജ്ജമാകണ്ടേ, തയ്യാറാകണ്ടേ? രണ്ട് ഈ പറഞ്ഞ 6000 കോടി ദേശീയപാത വികസനത്തിന് കേരളം മുടക്കിയ 6000 കോടി, ഞാൻ അങ്ങനെയാണ് കേരളം മുടക്കിയ 6000 കോടി, ആ 6000 കോടി അടുത്ത കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കി തരണമെന്ന് രാജ്യസഭയിൽ ബ്രിട്ടാസ് MP പറഞ്ഞത് ഇപ്പോൾ പ്രിയങ്കയും തരൂരും ഒക്കെ അടങ്ങുന്ന KC വേണുഗോപാലും അടങ്ങുന്ന UDF MPമാർ ലോക്സഭയിൽ ഏറ്റെടുക്കണ്ടേ? അതിന് കൃത്യം മാതൃകയുമുണ്ട് അനൂപ്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി NHAI കിഫ്ബിയുടെ അതേ മാതൃകയിൽ തന്നെ ബജറ്റിന് പുറത്ത് ഓഫ് ബജറ്റായി കടം വാങ്ങാറുണ്ട്. ആ കടം ഉപയോഗിച്ച് NHAI അവരുടെ മൂലധന വർധനവിന് ആസ്തിയായി അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മാതൃകയിൽ കിഫ്ബിക്കും പ്രവർത്തിക്കാം. നിങ്ങൾ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഇത് ഒഴിവാക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെടാൻ ലോക്സഭയിൽ UDF MPമാർ തയ്യാറാകണ്ടേ? രണ്ട് കാര്യങ്ങളിലും കേരളം ആവശ്യപ്പെടുന്ന ഒരു പ്രതീക്ഷിക്കുന്നൊരു ഇടപെടലാണത്, അത് ഉണ്ടാവണം. പക്ഷേ അത്തരമൊരു അനുകൂലമായ യാതൊരു നീക്കത്തിൻ്റെ ലക്ഷണവും കാണാനില്ല. താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനോടും പ്രതികരിക്കാം. അതിനു മുമ്പ് അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ട്. താങ്കളാണ് എന്നോട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചോദിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു, പിണറായി വിജയൻ്റെ ഒരു സമീപനം പറഞ്ഞു. ഇതിനകത്ത് താങ്കളാണ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. അപ്പോൾ എനിക്കും അതേ രീതിയിൽ രണ്ടുപേരുടെയും സമീപനങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച നടത്തേണ്ടി വന്നു. എന്നിട്ട് അനിൽകുമാർ പറഞ്ഞത് എന്താ? ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാപട്യമാണെന്ന്. ഞാൻ പോലും പിണറായി വിജയൻ കപടനാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ കാപട്യമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, ഉമ്മൻചാണ്ടി കാപട്യമാണോ കാണിക്കുന്നതെന്ന് KC കുഞ്ഞിരാമൻ MLA ആയിരുന്ന ആളോട് ചോദിച്ചാൽ മതി. CPMൻ്റെ അദ്ദേഹത്തിന് സമീപനമുണ്ട്. ഒരു സ്കൂൾ കുട്ടിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് അദ്ദേഹത്തിന് അടുത്ത് വരാം. അല്ലാതെ മന്ത്രി ആയിരുന്ന ഒരാൾ വിജയേട്ട എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്ന് വിളിക്കണമെന്ന് പറയുന്ന പിണറായി വിജയന്റെ ശൈലിയല്ല. ഉമ്മൻചാണ്ടി കപടനാണെന്ന് പറയുന്ന അനിൽകുമാറിനോട് പറയാനുള്ളത്, RSS സഹയാത്രികനായ M-ന് ഭൂമി ദാനം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനാണ് കപടൻ. ഈ ചർച്ച നിങ്ങളാണ് ഈ രീതിയിൽ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞത് എന്താ? ഉമ്മൻചാണ്ടിയുടെ ഒരു സമീപനമാണ്, പിണറായി വിജയന്റെ വേറൊരു സമീപനമാണ്. പക്ഷെ അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണം. ഉമ്മൻചാണ്ടി ആളുകളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി പരിശോധിക്കണം. ഏതൊക്കെ ആളുകൾക്കാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വരാമെന്ന് പരിശോധിക്കണം. അതും വികസനത്തിന്റെ കൂട്ടത്തിൽ പരിശോധിക്കണ്ടേ? അതിലേക്കാണ് ചർച്ച. പിന്നെ ശരത്ത് ചോദിച്ച ചോദ്യം, കേരളത്തിന്റെ ന്യായമായ വികസന ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനകത്ത് ചെറിയ ചെറിയ വിയോജിപ്പുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ എങ്ങനെയാണോ വിയോജിപ്പ് പറയുന്ന ആളുകളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്നത്, അതുപോലെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് പോലെ ഞങ്ങളെ കേരള വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ഇവിടെ നടക്കുന്നില്ല, വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ മർമ്മപ്രധാനമായ ആവശ്യങ്ങളിൽ
രാഷ്ട്രീയമായ വിയോജിപ്പുകൾ Yes. നിലനിർത്തിക്കൊണ്ട് Okay, തന്നെ okay. അത് അടിവരയിട്ട് പറയുകയാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ യോജിക്കും. Okay, പക്ഷേ okay. വിശാലമായ Yes, ഒരു yes. അത് പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഒരു കേരളത്തിനെതിരായി okay, കേന്ദ്രം നിലപാടെടുക്കുമ്പോൾ ശരി ഞങ്ങൾ ഒപ്പം ശരി ശരി ഉണ്ടാകുന്നതാണ്. ശരി അതായത് ഒരു കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോടെ താങ്കൾ മർമ്മപ്രധാനമായ വിഷയങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ തങ്ങൾ എന്ത് ചെയ്തു എന്ന് നാളെ കേരളത്തോട് പറയാൻ കഴിയും വിധം ലോക്സഭയിൽ പെരുമാറുമോ, പ്രതിപക്ഷ നേതാവ് ആ നിലയിൽ പെരുമാറുമോ എന്ന ചോദ്യം അതവിടെ റിസർവ് ചെയ്ത് വെക്കാം. വരട്ടെ ആ നിലയിലുള്ള നടപടി. തീർച്ചയായും ആ കാര്യത്തിലൊന്നും ഒരു ആശങ്ക ശരി, അനിൽകുമാറിന് അതിൻ്റെ മറുഭാഗത്തിൽ എന്തെങ്കിലും ഒന്ന് മറുപടിയായി ചേർക്കാനുണ്ടെങ്കിൽ അത്രമാത്രം. ഒരു വാക്കേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ പിണറായി വിജയനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. എങ്ങനെയാണ് അദ്ദേഹം വൈയക്തികമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയത്? അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശത്തിന് പോകുന്നില്ല. ഞാൻ രാഷ്ട്രീയമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ. നാളെ പ്രധാനപ്പെട്ട ഞാൻ പറയട്ടെ, രാഷ്ട്രീയമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കേണ്ടത് നാളെ ഇതിനേക്കാൾ വലിയ കടന്നാക്രമണം കേരളത്തിനെതിരെ വരാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ സാർ, രാഷ്ട്രീയം അതെ ഞാൻ പറയാം. അതായത് വളരെ വളരെ കടന്നാക്രമണം നാളെ കേരളത്തിനെതിരെ വരാൻ പോവാണ്. എന്താ കേന്ദ്രം പറയാൻ പോകുന്നത്? കേരളത്തിൽ ഇന്നത്തെ ഇന്ത്യൻ റെയിൽവേയുടെ 3-4 തീവണ്ടിപ്പാതകൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും 4 വരിപ്പാതകളായി ദേശീയ തീവണ്ടിപ്പാതകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രം വരുമ്പോൾ അത് കേന്ദ്രം പണം മുടക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് കേരളിന് വേണ്ടി കേരള സർക്കാർ വെച്ച പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുറവ് നികത്താൻ ഉപയോഗിച്ചുകൊള്ളുക. അതാണിപ്പോൾ പുതിയ പദ്ധതിയായിട്ട് വന്നിരിക്കുന്നത്. അതിന് UDFകാർ കൂട്ടാണ്. ഒരു 1.5 ലക്ഷം കോടി രൂപ വേണം. അപ്പോൾ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിലും റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും യുദ്ധം തുടരും. ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെയും CPIM-ഉം കേരള സർക്കാരും യുദ്ധം തുടരും. ഒരു വിട്ടുവീഴ്ചയില്ല. അതേസമയം എന്തെല്ലാം കാര്യങ്ങളാണോ നിയമപരമായി നേടിയെടുക്കാൻ കഴിയുന്നത് ആ നേട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണം മികവും പ്രകടിപ്പിക്കും. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് പിണറായി സർക്കാർ. അതാണ് തെളിയുന്നത്. ജോർജ് ജോസഫ്, 2 വാചകത്തിൽ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ റോള്, അതുപോലെ തന്നെ ലോക്സഭയിലെ UDF MPമാരുടെ റോള്, ഞാൻ അനൂപിനോട് ചോദിച്ചതുപോലെ രാജ്യസഭയിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഗഡ്കരി ആ നിലയിൽ നിർമ്മല സീതാരാമനുമായി സംസാരിക്കും. ആ നിലയിൽ എന്തെങ്കിലും തരത്തിൽ ഒന്നും അതിവേഗം പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ സമ്മർദ്ദവും നമ്മുടെ ഇടപെടലും ശക്തമാക്കുക, അത് ലോക്സഭയിലും ഉണ്ടാവണമോ? പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ പൊതു ഡിമാൻഡിനൊപ്പം ആ നിലയിൽ വളരെ സ്പഷ്ടമായും വ്യക്തമായും നിൽക്കേണ്ടതുകൂടിയാണോ? അല്ല, സാമ്പത്തികമായി കേന്ദ്രത്തെക്കുറിച്ചൊരു ഡിസിഷൻ എടുപ്പിക്കുന്നതിന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായിട്ടുണ്ടാവണം. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ കേരളത്തിലെ BJPക്ക് ഒരു MP ഉള്ളത്, പക്ഷെ ആ MP തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റ് കക്ഷികൾ, അതായത് ഇപ്പോ നമ്മളെ UDF-നാണ് 18 MP-മാർ ഇവിടെ നിന്നുള്ളത്. അവര് ശക്തമായിട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക്, രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയത്തിന്റെ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ വികസനത്തിന്, 50 വർഷത്തിനപ്പുറത്തെ കേരളത്തിന്റെ വികസനത്തിന്, ഭാവി തലമുറ കേരളത്തെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ പുച്ഛിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എങ്കിലും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണം. ശരത്തെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു തമിഴ്നാട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. പാർലമെന്റിൽ പലതവണ ശരത്ത് ഉൾപ്പെടെ അവിടെ പോയി കണ്ടിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുള്ള സമയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ തരത്തിൽ ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. തീർച്ചയായും ഞാൻ ജോർജ് ജോസഫ് അവിടെ നിന്ന് ഇടപെടുകയാണ്. അതായത് കേരളത്തിൻ്റെ ഭാവി കേരളത്തെ സംബന്ധിച്ച് അതിശക്തമായ ആഗ്രഹവും ആവശ്യവുമുള്ള മലയാളി അതിവേഗം കേരളം ആ നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ ആകെയും പോകേണ്ടതുണ്ട്. അവിടെ ആ നിലയിൽ കേരളം വളരെ സ്പഷ്ടമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, കേന്ദ്രത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. ലോക്സഭയിലെ UDF MPമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ നിലയിൽ ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ആവശ്യം കേന്ദ്രത്തിൻ്റെ മുമ്പിലേക്ക് അത് കൂടുതൽ സമ്മർദ്ദത്തോടെ അവതരിപ്പിക്കാൻ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് വികസനത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ ചർച്ചയുടെ അവസാനം ഏറ്റവും ഊന്നലോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രശ്നം.